+1 ഫിസിക്സിലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ റേഷ്യോ ഓഫ് ഹൈഡ്രോളിക് സ്ട്രെസ് ടു വോളിയം സ്ട്രെയിൻ ഈസ് കോൾഡ്. ഹൈഡ്രോളിക് സ്ട്രെസ്സിന്റെയും വോളിയം സ്ട്രെയിനിന്റെയും റേഷ്യോയെ എന്താണ് വിളിക്കുന്നത്? സ്ട്രെസ്സിന്റെയും സ്ട്രെയിനിന്റെയും റേഷ്യോയെ നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നാണ് പേരിട്ട് വിളിച്ചത്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് യങ്സ് മോഡുലസ്, 2 റിജിഡിറ്റി മോഡുലസ്, 3 ബൾക്ക് മോഡുലസ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹൈഡ്രോളിക് സ്ട്രെസ്സിന്റെയും ഹൈഡ്രോളിക് സ്ട്രെയിനിന്റെയും റേഷ്യോയെ, അതായത് വോളിയം സ്ട്രെസ്സിന്റെയും വോളിയം സ്ട്രെയിനിന്റെയും റേഷ്യോയെ നമ്മൾ വിളിക്കുന്നത് ബൾക്ക് മോഡുലസ് എന്നാണ്. ബൾക്ക് മോഡുലസ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ബി. സോ ക്വസ്റ്റ്യൻ ഇതാണ്: വോളിയം സ്ട്രെസ്സിന്റെയും വോളിയം സ്ട്രെയിനിന്റെയും റേഷ്യോ, അല്ലെങ്കിൽ ഹൈഡ്രോളിക് സ്ട്രെസ്സിന്റെയും ഹൈഡ്രോളിക് സ്ട്രെയിനിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ് ആണ്. എളുപ്പമല്ലേ? സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ആൻ ഇലാസ്റ്റോമർ? ഗീവ് എക്സാമ്പിൾ. ചെറിയ സ്ട്രെസ് കൊടുക്കുമ്പോൾ തന്നെ വലിയ സ്ട്രെയിൻ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഇലാസ്റ്റോമേഴ്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ആക്കി ഓർത്തു വെക്കാം: റബ്ബർ. എന്താണ്? റബ്ബർ. പിന്നെ അയോട്ട. ആരാണ് ഈ അയോട്ട? നമ്മളുടെ ഹാർട്ടിനകത്തുള്ള ഒരു ബ്ലഡ് വെസൽ ആണ് അയോട്ട. സോ ഓർത്തു വെക്കാം. ചെറിയ സ്ട്രെസ് കൊടുക്കുമ്പോൾ തന്നെ വലിയ സ്ട്രെയിൻ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസിനെ നമ്മൾ ഇലാസ്റ്റോമേഴ്സ് എന്ന് വിളിച്ചു. എക്സാമ്പിൾ ആയിട്ട് ഓർത്തു വെക്കാം: റബ്ബർ ആൻഡ് അയോട്ട. ബൈ.